TIM ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുമിയ. പ്രധാന വാർത്തകൾ. TIM ട്രെയിനിംഗ് കോളേജിൽ 2022-24 വർഷത്തെ വിദ്യാർത്ഥികൾക്കായുള്ള ബിരുദദാന ചടങ്ങ് ആരോഹണ 2024 പ്രൊഫസർ ഡോക്ടർ അനിൽ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷത്തെ കോളേജ് മാഗസിൻ അല്ല് അംശു പ്രകാശനം ചെയ്തു. സ്റ്റുഡന്റ് എഡിറ്റർ ഐശ്വര്യ CK മുഖ്യാതിഥിക്ക് മാഗസിൻ കൈമാറി. താലിമുൽ ഇസ്ലാം കമ്മിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, ലൈബ്രറി എന്നിവയുടെ ഉദ്ഘാടന കർമ്മം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP നിർവഹിച്ചു. ഒക്ടോബർ 31-ാം തീയതി TIM ട്രെയിനിംഗ് കോളേജിൽ ക്യാമ്പസിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ സന്നിഹിതരായി. ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ വെള്ളിയാഴ്ചകളിൽ നടത്തിവന്ന കൾച്ചറൽ പ്രോഗ്രാമിന് സമാപനം. ഓഗസ്റ്റ് 4-ന് മാത്തമാറ്റിക്സ് ഓപ്ഷൻ തുടക്കം കുറിച്ച പ്രോഗ്രാം ഒക്ടോബർ 25-ന് ഇംഗ്ലീഷ് വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമിൽ സമാപിച്ചു. വാർത്തകൾ വിശദമായി. 2022-24 അധ്യയന വർഷം B.Ed ബിരുദം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായുള്ള ബിരുദദാന ചടങ്ങ് ആരോഹണ 2024 ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ചടങ്ങിന്റെ വിശദ വിവരങ്ങളിലേക്ക്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് TIM ട്രെയിനിംഗ് കോളേജ് ക്യാമ്പസിലാണ്. ഇവിടെ ഇന്ന് 2022-24 അധ്യയന വർഷത്തെ സ്റ്റുഡൻസിന്റെ കോൺവെക്കേഷൻ സെറിമണിയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് ചീഫ് ഗസ്റ്റായിട്ട് എത്തുന്നത് ഡോക്ടർ അനിൽ രാമചന്ദ്രൻ സാറാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഇന്ന് ഇവിടെ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു കോളേജിന്റെ അച്ചീവ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ വർഷവും വളരെ മികച്ച വിജയത്തോടു കൂടിയാണ് ഓരോ വർഷവും ഇവിടെ കുട്ടികൾ ഇവിടുന്ന് പടിയിറങ്ങുന്നത്. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെയാണ് ഈ ഒരു വർഷവും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആണ് നമ്മുടെ കോളേജിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച ഒരു കോളേജ് തന്നെയാണ് TIM ട്രെയിനിംഗ് കോളേജ്. ഇവിടെ ഏകദേശം 62ഓളം വിദ്യാർത്ഥികൾക്കാണ് ഡിസ്റ്റിങ്ഷൻ ലഭിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു അഭിമാന നേട്ടത്തിൽ എന്താണ് ഇവിടെയുള്ള അസിസ്റ്റന്റ് പ്രൊഫസറായ ഹമീദ് സാർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. സർ, എന്താണ് പറയാനുള്ളത്? കോൺവൊക്കേഷനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ കോൺവൊക്കേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ പിന്നെ 1-2 ആൾക്കാർ വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ല. കാരണം അതിൽ ഒരുപാട് ആൾക്കാർ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെയാണ് നടക്കേണ്ടത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നടക്കണമെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ സഹകരണം വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻ അതേപടി മനസ്സിലാക്കുമോ? കാരണം രാവിലെ വന്നിട്ടാണ് കുട്ടികളോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഒറ്റ ഇൻസ്ട്രക്ഷനിൽ തന്നെ അവർക്കത് കാര്യങ്ങളൊക്കെ അതേപോലെ മനസ്സിലാവുമോ? പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇതൊക്കെ ഇന്നലെ രാത്രി ചെയ്തിട്ട് ഞാനിങ്ങനെ ആലോചിച്ചത്, ഇത് നാളെ എന്തായാലും ഒരു പക്ഷേ നമ്മൾ വിചാരിച്ച അത്ര ഗംഭീരാവില്ലെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, അവരത് കൃത്യമായിട്ട് ഉൾക്കൊണ്ടു. 1-2 വീഡിയോസും കൊടുത്തായിരുന്നു. അവർ കാണിച്ചത് ഒരു ഭയങ്കര സ്റ്റണ്ടിങ് പ്രകടനമാണ്. സത്യം പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കോണേഴ്സ് നമുക്കിപ്പോൾ അഭിപ്രായം വരുന്നുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഇന്ന് പേരൻസ് വന്നിട്ട് അഭിനന്ദിക്കുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ഏതായാലും അഭിമാന നിമിഷം തന്നെയാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ശരിക്കും അഭിമാനത്തിൻ്റെ എന്താ പറയുക നെറുകയിലാണ്. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ ഈ ഒരു അഭിമാന നിമിഷത്തിൽ ഇവരോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് TIM ക്യാമ്പസിൽ നിന്നും ക്യാമറാമാൻ അതിരിനോടൊപ്പം റിപ്പോർട്ടർ രഹന, TIM ന്യൂസ്. അധ്യയന വർഷത്തെ കോളേജ് മാഗസിൻ അല്ല് അംശു പ്രകാശനം ചെയ്തു. സ്റ്റുഡന്റ് എഡിറ്റർ ഐശ്വര്യ CK മുഖ്യാതിഥിക്ക് മാഗസിൻ കൈമാറി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നദീർ ചാത്തോത്ത് ചീഫ് എഡിറ്ററായ മാഗസിൻ കമ്മിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അബ്ദുൽ ഹമീദ് T സ്റ്റാഫ് അഡ്വൈസറായും ഐശ്വര്യ CK സ്റ്റുഡന്റ് എഡിറ്ററായും പ്രവർത്തിച്ചു. TIM ട്രെയിനിംഗ് കോളേജില് 2022-24 ബാച്ച് വിദ്യാർത്ഥികളുടെ മാഗസിൻ അല്ല് അംശു ഇവിടെ പ്രകാശനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മാഗസിൻ കാണുന്നത് പോലെ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ഡയറി രൂപത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ തീം വ്യത്യസ്തത പുലർത്തുന്നതാണ്. സാധാരണ ഗതിയിൽ കറുപ്പ് എന്നുള്ള ആ ഒരു ആശയത്തെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലൂടെയാണ് പലപ്പോഴും കണ്ടുവരാറ്. അതിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് ഒരു പോസിറ്റീവ് ആംഗിളിലൂടെ ഇതിനെ പ്രകടിപ്പിക്കാൻ ഒരു മാഗസിനിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിരിക്കുന്നു. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച മാഗസിൻ എഡിറ്റർ ഐശ്വര്യ, സ്റ്റാഫ് എഡിറ്റർ ഹമീദ് സാർ,
സബ് എഡിറ്റർ വിവേക്, എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അതേപോലെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേകിച്ച് VC ഇക്ബാൽ സാർ, എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തും. താങ്ക് യു. നാദാപുരത്തിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ സാന്നിധ്യം തെളിയിച്ച TIM കമ്മിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും ലൈബ്രറിയും നാദാപുരത്തിന്റെ ഹൃദയഭാഗത്ത് സുപ്രീം കോടതി അഭിഭാഷകരും രാജ്യസഭാ അംഗവുമായ ഹാരിസ് ബീരാൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുഹമ്മദ് ബംഗ്ലത്ത്, നരിക്കോളി ഹമീദ് ഹാജി, VC ഇക്ബാൽ, നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV മുഹമ്മദ് അലി ഉൾപ്പെടെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ സന്നിഹിതരായി. നാദാപുരത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണ് താലീമുൽ ഇസ്ലാം കമ്മിറ്റി. 1960 കാലഘട്ടത്തിൽ ആരംഭിച്ചത് ഒരു മദ്രസ പ്രസ്ഥാനത്തിലൂടെയായിരുന്നു. ഇന്ന് വടകര വിദ്യാഭ്യാസ ജില്ലയിലെ ആദ്യത്തെ ഒരു പ്രൊഫഷണൽ കോളേജ് ആരംഭിച്ചതും താലീമുൽ ഇസ്ലാം കമ്മിറ്റിയുടെ കീഴിലുള്ള TIM ട്രെയിനിങ് കോളേജാണ്. 60 കാലഘട്ടത്തിന് ശേഷം മദ്രസ പ്രസ്ഥാനം തുടർന്നു പോയപ്പോൾ ഇവിടെ ഈ പ്രദേശത്തെ ആരംഭിച്ച TIM ഗേൾസ് ഹൈസ്കൂൾ, അതിനുശേഷം അത് ഹയർ സെക്കൻഡറി സ്കൂളായി ഉയരുകയും അതിനുശേഷമാണ് നമുക്ക് B.Ed ട്രെയിനിങ് കോളേജ് ലഭിച്ചിട്ടുള്ളത്. അതിനിടയിൽ ഇവിടെ ആ കാലഘട്ടത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ഐഡിയൽ ഇസ്ലാമിക് സൊസൈറ്റി എന്ന സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അൽഹുദ ഇസ്ലാമിക് നഴ്സറി സ്കൂൾ 1996 കാലഘട്ടത്തിൽ താലീമുൽ ഇസ്ലാം കമ്മിറ്റിയുടെ ഭാഗമായി ചേരുകയുണ്ടായി. അത് ഇതിൽ ലിക്വിഡേറ്റ് ചെയ്തതിനു ശേഷം പ്രസ്തുത സ്ഥാപനത്തിനും ഗവൺമെന്റിന്റെ അംഗീകാരവും അഫിലിയേഷനും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഈ സ്ഥാപനത്തെ ഇതിനെ ഒരൊറ്റ കുടക്കീഴിൽ നിർത്തുക, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ അടുത്തായി നമ്മുടെ പ്രിയപ്പെട്ട ഹാരിസ് ബീരാൻ MP പ്രസ്തുത ഓഫീസിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കമ്മിറ്റിയുടെ കീഴിൽ ഒരു ബൃഹത്തായ ഒരു ലൈബ്രറിയും അന്ന് തന്നെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അത് ഈ സ്ഥാപനത്തിലെ മുഴുവൻ കുട്ടികളുടെയും മെമ്പർഷിപ്പ് നടത്തി മെമ്പർഷിപ്പോടുകൂടി കൊടുക്കുന്നതോടൊപ്പം തന്നെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും കൂടി ആ ലൈബ്രറി ഉപയോഗപ്പെടുന്ന വിധത്തിലാണ് അത് സംവിധാനിച്ചിട്ടുള്ളത്. ഇതൊക്കെ നാട്ടിന്റെ സമൂലമായ ഒരു മാറ്റത്തിനും ഒരു പരിവർത്തനം ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്നാണ് താലീമുൽ ഇസ്ലാം കമ്മിറ്റിയുടെ വിശ്വാസം. ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ വെള്ളിയാഴ്ചകളിൽ നടത്തിവന്ന കൾച്ചറൽ പ്രോഗ്രാമിന് സമാപനം. ഓഗസ്റ്റ് 4 മാത്തമാറ്റിക്സ് ഓപ്ഷൻ തുടക്കം കുറിച്ച പ്രോഗ്രാം ഒക്ടോബർ 25 ഇംഗ്ലീഷ് വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമിൽ സമാപിച്ചു. അധ്യാപക വിദ്യാർത്ഥികളിലെ സാംസ്കാരികവും സർഗാത്മകവും ഉണർത്തുന്നതുമായ കഴിവുകളെ പ്രദർശിപ്പിച്ച വേദിയിലെ പ്രകടനങ്ങൾ ശ്രദ്ധേയമായി. ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. ആവേശക്കടലായി TIM കൾച്ചറൽ ഫെസ്റ്റിന് സമാപനം കുറിക്കുന്നു. കലയും കലാമൂല്യങ്ങളും അന്യം നിന്ന് പോകുന്ന ഈ പുതിയ കാലത്ത് വേറിട്ട കാഴ്ചകളുമായി എത്തിയിരിക്കുകയാണ് TIM ട്രെയിനിങ് കോളേജിലെ വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികളിലെ ഉള്ളിലെ കലാപരമായ കഴിവുകൾ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ഈ സാംസ്കാരിക പരിപാടി വൻ വിജയമായി മാറിയിരിക്കുന്നു. ഒന്നാം വർഷ B.Ed ബാച്ചിലെ വിവിധ ഓപ്ഷൻ വിദ്യാർത്ഥികൾ വെള്ളിയാഴ്ചകളിലെ ഉച്ചകഴിഞ്ഞുള്ള സമയത്തെ ഉപയോഗപ്പെടുത്തിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. മെത്ത് ആർട്സ് എന്ന പേരിൽ മാത്സ് ഓപ്ഷൻ വിദ്യാർത്ഥികളിലൂടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നദീർ ചാത്തോത്ത് പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വൈവിധ്യമാർന്ന പ്രകടനങ്ങളാണ് എല്ലാ ഓപ്ഷൻ വിദ്യാർത്ഥികളും കാഴ്ചവെച്ചത്. മെത്ത് ആർട്സ് എന്ന പേരിൽ മാത്സ് ഓപ്ഷൻ വിദ്യാർത്ഥികളിലൂടെ തുടങ്ങിയ പരിപാടി തുടർന്നുള്ള ആഴ്ചകളിൽ നാച്ചുറൽ സയൻസിന്റെ ക്വയറ്റ് നാച്ചുറൽ എന്ന പേരിലും ഫിസിക്കൽ സയൻസിന്റെ മാറ്റർ മാറ്റേഴ്സ്, സോഷ്യൽ സയൻസിന്റെ സൊസൈറ്റ, ഇംഗ്ലീഷിന്റെ എനിഗ്മ തുടങ്ങിയ രസകരമായ പേരുകളിൽ വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളുമായി ഓരോ ആഴ്ചയും വർണ്ണാഭമേകി. മാത്സിന്റെയും ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥികളുടെയും വേറിട്ട ഫാഷൻ ഷോയും, നാച്ചുറൽ സയൻസിന്റെ ഒപ്പനയും, സോഷ്യൽ സയൻസ് വിദ്യാർത്ഥികളുടെ നാടകവും, ഇംഗ്ലീഷ് വിദ്യാർത്ഥികളുടെ നൃത്തശില്പവുമെല്ലാം മികവിന്റെ പുതിയ മുഖങ്ങളുമായി വേദിയിൽ നിറഞ്ഞു നിന്നു. എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുത്ത ഈ സാംസ്കാരികോത്സവം ഇംഗ്ലീഷ് ഓപ്ഷനിലെ വിദ്യാർത്ഥികളുടെ പരിപാടിയോടെ സമാപിച്ചു. വിദ്യാർത്ഥികളുടെ സൃഷ്ടി വൈഭവവും സമർപ്പണവും മിന്നിട്ടു നിന്ന കലാപ്രകടനങ്ങൾ കോളേജിന്റെ കലാ സാംസ്കാരിക മേഖലകളിൽ വിശിഷ്ട സംഭാവനയായി തന്നെ കണക്കാക്കാവുന്നതാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.